തിരിച്ച് റൂമിലെത്തിയ മിയ ഭയങ്കര സാഡായിരിക്കുന്നത് കണ്ടിട്ട് എന്താ കാര്യം, നീ ലിയുമായിട്ട് അടിയുണ്ടാക്കിയോ എന്ന് യങ് ചോദിച്ചു. അവള് നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എടാ എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു, സോറി. യങ്ങിന് ആകെ വല്ലാണ്ടായി. ലീ അങ്ങനെ ആളുകളോട് പറഞ്ഞോണ്ട് നടക്കുന്ന പുള്ളിയൊന്നും അല്ല, നീ പേടിക്കണ്ടെന്നൊക്കെ മിയ പറയുന്നുണ്ടായിരുന്നു. നിനക്കെങ്ങനെ പറയാം, ഞാനെങ്ങനെ അവനെ വിശ്വസിക്കും? ആദ്യം നിനക്ക് എന്റെ അടുത്തൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? എന്റെ ഫീലിങ്സിനൊന്നും ഒരു വിലയില്ലേ? അവന്റെ പൂങ്കണ്ണീര് കണ്ടപ്പോ നീ എന്നെ മറന്നല്ലേ? നീയും എല്ലാരും പോലെയാ. വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞപ്പോ കണ്ടവരോടെല്ലാരും ഞാൻ ഗേ ആണെന്ന് പറഞ്ഞോണ്ട് നടന്നോളും. എടാ സോറി, പക്ഷെ ഞാൻ കണ്ടവരോടൊന്നും പറഞ്ഞോണ്ട് നടന്നിട്ടൊന്നും ഇല്ലല്ലോ. നീ എനിക്ക് പറഞ്ഞപ്പോ എല്ലാം പറയാത്തെന്താ? ഞാൻ ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ട്, നീ എന്നെ കൂടെ കൂട്ടിയതാണെന്ന്. എന്ന് മുതലാ നീ ഇത്ര ലോലഹൃദയായത്? എടാ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാം മാറിയടാ. അപ്പൊ നമ്മളോ? ഞാനിപ്പോ എപ്പോഴും ഒറ്റയ്ക്കാ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നേ. നിനക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഞാനിരിക്കണോ? നമ്മളും ഒന്നിച്ച് തന്നെയല്ലേ താമസിക്കുന്നേ? എടാ ഇനി ഞാൻ എന്ത് ചെയ്യണോന്ന് നീ പറയുന്നത്? അത്രയ്ക്കാണെങ്കിൽ നീ ഇനി ഒറ്റയ്ക്ക് ജീവിക്ക്. നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രം. നീ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാടാ നിനക്കാരും തെറ്റാവാത്ത നീ ഒറ്റത്തിരിയായിട്ട് നടക്കണേ. ഇത്രയും കൂടെ ആയതും ദേഷ്യവും സങ്കടവും കൊണ്ട് യങ് ആ വീട് വിട്ടിറങ്ങി. അവളുടെ വായിന്ന് ഇതൊക്കെ കേട്ടാല് അവനെ ഭയങ്കരമായിട്ട് വേദനിച്ചു. നേരെ അവൻ ബാറിൽ പോയി വെള്ളമടിച്ചു. എന്നിട്ട് അവിടെ കണ്ട ഏതോ ഒരുത്തിനെ കിസ് ചെയ്യാൻ പോയി. കണ്ടവന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിക്കൂട്ടി യങ് പെരുവഴിയിലായി. ഇനി എന്ത് ചെയ്യണോന്നറിയാണ്ട് അവൻ നാമിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. എന്താ അല്ലേ, യങ്ങിന്റെ വായിലിരിക്കുന്ന എല്ലാം കേട്ടിട്ടും അവനൊരാവശ്യം വന്നപ്പോ നാമ പരിഭവം ഒന്നും കാട്ടാണ്ട് പാഞ്ഞെത്തി. നിന്നെ വിളിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, സോറി എന്ന് നാമ പറഞ്ഞു. എന്നാൽ യങ്ങിനെ കാണാൻ പറ്റിയാല് നാമിന് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാളും കൂടെ നാമിന്റെ ഫേവററ്റ് പ്ലേസിലേക്ക് പോയി. നിനക്ക് നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ നിനക്ക് പ്രോമിസ് റിംഗ് തന്നതൊക്കെ. നമ്മൾ അന്നിട്ട ആ ലോക്ക് അവിടെ ഉണ്ടോ എന്തോല്ലേ? ഞാനത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നാം അങ്ങോട്ടേക്കോടി. ലോക്ക് അവിടെ തന്നെ ഉണ്ടെന്ന് കണ്ട് അവൻ സന്തോഷിച്ചു. യങ്ങിന് ഇത് കണ്ട് ആകെ സങ്കടായി. നാം, നീ ഒരു നല്ല മനുഷ്യനാണ്. ഞാനൊരു പേടിച്ചു തൂറിയും. നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്നോട് ക്ഷമിക്കണം. അടുത്ത തവണ എന്നെ പോലെ ഒരുത്തനെ നീ ഡേറ്റ് ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ തന്നെ കണ്ടെത്തണം, ഓക്കെ? ഇത് പറഞ്ഞ് നാം അവനെ ഹഗ് ചെയ്തു. എല്ലാത്തിനും നന്ദി പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. പാവൻ നാം വീണ്ടും തനിച്ചായി. യങ്ങിന് ശേഷം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവൻ തന്റെ നോവലിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അവന്റെ ആദ്യത്തെ റൊമാൻറ്റിക് നോവൽ അവൻ അങ്ങനെ കംപ്ലീറ്റ് ആക്കി. അവന്റെ അനുഭവങ്ങൾ തന്നെയായിരുന്നു ആ നോവലും. അങ്ങനെ 10 മാസങ്ങൾ കഴിഞ്ഞു. മിയ തന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ധൃതി പിടിച്ച് ഫോൺ എടുത്തു. യങ്ങിന്റെ മിസ് കോൾ. അന്ന് പിണങ്ങിയ ശേഷം ഇപ്പോഴാണ് അവന്റെ കോൾ വരുന്നത്. അവള് തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്ത് യങ് താനൊരു റൈറ്ററായെന്നും ഒരു കോൺടെസ്റ്റ് വിന്ന് ചെയ്തെന്നും സന്തോഷത്തോടെ അറിയിച്ചു. അവൾക്കും ഇത് കേട്ട് സന്തോഷമായി. ഞാൻ പറഞ്ഞിട്ടല്ലേ നീ റൈറ്റർ ആയത്, എനിക്ക് അതുകൊണ്ട് ട്രീറ്റ് വേണമെന്ന് അവള് പറഞ്ഞു. അവൻ തന്റെ നോവലിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ അവൾക്ക് പറഞ്ഞു വെപ്പിച്ചു കൊടുത്തു. അത് കേട്ട് മിയയുടെ കണ്ണ് നിറഞ്ഞു. അവൾ അങ്ങനെ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അവൾക്കും വലിയൊരു വിശേഷം തന്നെ അവനോട് പറയാനുണ്ടായിരുന്നു. അവളും ലിയോ ആയിട്ടുള്ള കല്യാണം നടക്കാൻ പോവാണ്. അതുകൊണ്ട് വെഡിങ്ങിന്റെ ഷോപ്പിങ്ങിന് കൂടെ വരാൻ യങ്ങിനെ അവള് ക്ഷണിച്ചു. അവനും ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് അവനും അതിന് സമ്മതിച്ചു. ഫോണെല്ലാം അങ്ങനെ കട്ടാക്കി ഒന്ന് സന്തോഷിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് ഒരു മെസ്സേജ് വന്നു. അത് കണ്ട് യങ്ങിന്റെ മുഖമാകെ മാറി. നാം ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഓവർ സ്പീഡായിരുന്നു അതിന് കാരണം. ചടങ്ങിന് പോയ യങ് നാം അയച്ച മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കി. യങ് ഫാസ്റ്റും നാം സ്ലോയുമാണെന്നാണ് അവൻ വിചാരിച്ചത്. സത്യത്തിൽ അത് നേരെ തിരിച്ചായിരുന്നു. കുറെ ആളുകളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും റിലേഷൻഷിപ്പ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് അവൻ കണ്ടിട്ടില്ല. തന്നെ ഇത്രയേറെ ആരും സ്നേഹിച്ചിട്ടില്ലെന്നും സുന്ദരമായ ഒരു ഭാവി നാമിന്റെ കൂടെ തനിക്ക് ഉണ്ടായിരുന്നു എന്നും വൈകിയ ഈ അവസരത്തിലാണ് അവൻ മനസ്സിലാക്കിയത്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഒരു പെട്ടി സിഗരറ്റുമായി യങ് ആ ഫ്ലാറ്റിലേക്ക് പോയി. ഞാൻ പുകവലിയൊക്കെ നിർത്തിയടാ ചെറുക്കാന്നും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. കല്യാണം കഴിഞ്ഞ് ഇതിന്റെ ആവശ്യം നിനക്ക് വരും എന്ന് അവനും അവളെ കളിയാക്കി. ഫ്ലാറ്റ് ഒഴിയാൻ പോകുന്നോണ്ട് മിയ അവളുടെ സാധനങ്ങളെല്ലാം പെട്ടിയിൽ കയറ്റി തുടങ്ങി. യങ്ങും കൂടെ കൂടി. ഈ ഫ്ലാറ്റിൽ ഇനി നീ താമസിക്കെന്ന് പറഞ്ഞ് കോൺട്രാക്ടറിന്റെ നമ്പർ അവൾ അവന് കൊടുത്തു. എടാ യങ്ങേ, നീ എന്റെ കല്യാണത്തിനൊന്നും പാട്ട് പാടത്തില്ലടാ. ഞാൻ പാട്ട് പാടാനോ? അതും സ്ട്രേറ്റ് കപ്പിളിന്റെ കല്യാണത്തിന്? ഒന്ന് പോയേടി. അല്ലേ തന്നെ എൻ്റെ നല്ല സ്യൂട്ടൊന്നുമില്ല. സ്യൂട്ടല്ലേ, നിനക്ക് നല്ല ലക്ഷറി ഡ്രസ്സ് ഞാൻ വാങ്ങിത്തരാം. ചാടയൊന്നും കാണിക്കാണ്ട് മര്യാദയ്ക്ക് വന്ന് പാടിക്കോണം. ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു നീ വരുമെന്ന്. ഇവളെ പറഞ്ഞാ പിന്നെ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് അവന് സമ്മതിച്ചു. അങ്ങനെ കല്യാണ ദിവസം എത്തി. അവൻ പാട്ടുപാടി, കൂടെ അവളും ചെന്നു. പിന്നെ രണ്ടും കൂടെ പാട്ടോട് പാട്ട്. യങ്ങിന്റെ ഫ്രണ്ട്സും കല്യാണ ചെക്കനും എല്ലാവരും ഇത് കേട്ട് ചിരിച്ച് സന്തോഷിച്ച് കൈയടിച്ചു. എല്ലാം കഴിഞ്ഞ് യങ് തിരിച്ച് റൂമിലേക്ക് വന്നു. അവന്റെ ഉള്ളിലാകെ എന്തൊക്കെയോ സങ്കടങ്ങൾ. കൂടെ താമസിച്ച കൂട്ടുകാരി കല്യാണം കഴിച്ചു പോയി. തന്നെ ജീവന തുല്യ സ്നേഹിച്ച നാം എന്നേക്കുമായി പോയി. മനോഹരമായ ആ നിമിഷങ്ങളൊക്കെ കണ്ണടച്ച് തീരും മുമ്പേ പോയി മറിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെയാവും യങ്ങിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ? നമുക്കത് അടുത്ത എപ്പിസോഡിൽ കാണാം. See you in the next video and thank you for watching.